हाँ यस, डॉक्टर मोहित उमर क्या चेयर? आप बोलिए बोलिए। अगले महीना 10 तारीख को मैं उधर जाऊँ। का कोई बात नहीं। क्या? ஓ உங்களுக்கு தமிழா? பயப்பட வேண்டாம், உனக்கு தமிழ் தெரியும். அதாவது ஒரு பூவிருத்து மாற்றின போல அந்த செம்பனீர் பூவிருத்து நானோமல் இந்த பாட்டு தெரியல. അതുപോലെ ഞാൻ இந்த പൈത്യത്തെ എടുത്ത് മാറ്റും. ശരി ശരി, വെൽക്കം വെൽക്കം. ഞാനേ പഠിച്ചതൊക്കെ ബാംഗ്ലൂരിലാണ്. പിന്നെ കുറെ കാലം ഫാദറിന്റെ കൂടെ ഗുജറാത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ ഭാഷകളും അറിയാം. അതൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇരിക്കാൻ നല്ല പ്രയാസമുണ്ടോ അല്ലേ? ഈ എൻ്റെ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ സ്റ്റേറ്റിലും കുറച്ചു കാലം ബാംഗ്ലൂരിലായിരിക്കും, കുറച്ചു കാലം ജാർഖണ്ഡിലായിരിക്കും, ഇപ്പൊ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഞാൻ 2 days, 1 day ട്രിവാൻഡ്രം, 1 day ആലപ്പുഴ, അങ്ങനെയാണ്. ഇത് സിമ്പിൾ കേസ്. എത്രയായി ഇപ്പൊ ഇത് കാണാൻ തുടങ്ങിയിട്ട്? ഇത് കുറച്ചായി. അത് മടി. ഇതിപ്പോ കേരളത്തില് 3-ൽ ഒരാൾക്കുണ്ട്. 3-ൽ ഒരാൾക്ക് ഈ രോഗമുണ്ട്. പക്ഷെ എല്ലാവർക്കും നാണക്കേടാണ് ഇത് പറയാൻ. ഏട്ടനും അങ്ങനെ തന്നെയാ അല്ലേ? അതെ, പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പറയാതെ പറ്റില്ലല്ലോ. ഇപ്പൊ ബ്ലീഡിംഗ് ഉണ്ടോ? ഉണ്ട്. പെയിൻഫുൾ? പെയിൻ ഉണ്ട്. ഒന്ന് നേരെ ഇരുന്ന് നോക്കൂ. അയ്യോ, നേരെ ഇരിക്കാൻ പറ്റില്ല. പറ്റില്ല അല്ലേ? നോ പ്രോബ്ലം. എനിക്കുണ്ടായിരുന്നു മേഡം ഇത്. എനിക്ക് എന്റെ സീനിയർ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് അത് എടുത്ത് മാറ്റിയത്. രാഘവേട്ടൻ ഉണ്ടായിരുന്നില്ല? എനിക്കുണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു. രാഘവേട്ടൻ ഉണ്ടായിരുന്നു. സിംപിളി ഇതുപോലെ എന്താ റോപ്പെടുത്ത് നമ്മൾ കുറുക്കിട്ട് ഇതുപോലെ പുഷ്പം പോലെ വലിച്ചെടുക്കും. സിമ്പിൾ. അല്ല, ഇതിപ്പോ ഇത്രയും കാലായതുകൊണ്ടേ നല്ല വേദനയുമുണ്ട്. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്തിന്? എന്നെ വിശ്വാസമില്ലേ? ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഡെഫിനറ്റ്ലി അവർ ഓപ്പറേഷൻ പറയും. അത് ഭയങ്കര ചാർജ് ആയിരിക്കും, പിന്നെ ബ്ലീഡിങ് മൊത്തം പ്രോബ്ലം ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ സിമ്പിൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരു കുറുക്കിട്ട് നമ്മൾ പുഷ്പം പോലെ ഞാൻ എടുക്കും. 3-ാം ദിവസം നിങ്ങൾക്ക് ജോലിക്ക് പോവാം, നോ പ്രോബ്ലം. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഭക്ഷണക്രമമാണ് വലിയ പ്രശ്നം. ഈ കോഴി, ബീഫ്, പിന്നെ വെള്ളം അടിക്കില്ലേ? ഇല്ല ഇല്ല ഇല്ല, വെള്ളമില്ല, കഴിക്കില്ല അല്ലേ? വെള്ളം അടിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത്. അപ്പൊ ഇത് പിന്നെ എന്താ ജോലി ചെയ്യുന്നത്? ജോലി ഇപ്പോ അങ്ങനെയൊന്നുമില്ല, ജോലിയും ചെയ്യും. കൂലിപ്പണിയാണോ? പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് ഓഫീസിൽ എന്താ? പോസ്റ്റ് ഓഫീസിൽ SI? പോസ്റ്റ് മാസ്റ്റർ. ഓ, പോസ്റ്റ് മാസ്റ്റർ. പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ ഡോക്ടറെ, ഈ വേദന കുറയാനുള്ള എന്തെങ്കിലും മരുന്ന്? വേദന നമുക്ക് എന്നേക്കുമായിട്ടില്ലാതെ. അല്ല, അത് വേണ്ട, അത് മനസ്സിലായല്ലോ. അല്ല, ജസ്റ്റ് നമ്മളിതേ കണ്ടോ? അതെ അതെ, സത്യശീലൻ ഇങ്ങനെ ഒരു കുരുക്കിട്ട് പുഷ്പം പോലെ ഒരു വലി കഴിഞ്ഞു. അതെ, ഒന്നും കൂടി കയറി കിടക്കും, ഞാനൊന്ന് കാണട്ടെ. ഇപ്പോഴോ? പിന്നെന്താ? ഇതിനൊന്നും നാണക്കേട് വിചാരി. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നോളൂ. വരും. എത്ര പേര് കിടന്ന് കട്ടല്ലെന്നറിയോ? യെസ്. ഇങ്ങനെ ഇരിക്കണം. രാഘവട്ടെ കാല് പിടിക്കും. കാലിങ്ങനെ വെച്ചോളൂ കേട്ടോ. ഇനി ബലം പിടിക്കണ്ട കേട്ടോ. കൈ 2 ഇവിടെ പിടിച്ചോളേ. ബലം പിടിക്കണ്ട. രാഘവേട്ടൻ അത് പൊന്തിക്കൂ. അയ്യോ, താഴ്ത്തു, അത് താഴ്ത്തു. അടങ്ങിക്കിടക്കൂ നിങ്ങൾ. കൈ ഇവിടെ പിടിച്ചോളൂ, കൈ ഇവിടെ പിടിക്കും. രാഘവേട്ടൻ കാല് പിടിക്കണേ പ്ലീസ് പ്ലീസ്. നോക്കട്ടെ നോക്കട്ടെ. ഓ വാവ്, ഇത് ചെറുതാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാം. രാഘവേട്ടൻ റോപ്പെടുത്തോളാം. റോപ്പെടും കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകും. കാലിങ്ങനെ അകത്തി വെച്ചോളൂ കേട്ടോ. കാലകത്തി വെക്കും. ബലം കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ ബലം കൊടുക്കും. ശക്തി കൊടുക്കുവേ. ശക്തി കൊടുത്തോളൂ. നന്നായിട്ട് മുക്കിക്കോളൂ. നന്നായിട്ട് കേട്ടോ. യെസ്. നന്നായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യൂ. നന്നായിട്ട് പ്രസ് ചെയ്യൂ. പ്രസ് ചെയ്യൂ. എന്താ, ഞാൻ കുടുക്കിട്ട് കഴിഞ്ഞു. ഒരു ചെറിയ വേദന കേട്ടോ. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവും, അത്രയുള്ളേ. ഇല്ല ഇല്ല ഇല്ല, കഴിഞ്ഞു 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 കഴിഞ്ഞു. ഡോണ്ട് വറി, ഡോണ്ട് വറി. ഇതെന്താ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നു? കഴിഞ്ഞു. പുറത്ത് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. സത്യശീലൻ പ്ലീസ്. ഇങ്ങനെ എത്ര കുരുക്കൾ എടുത്തു നമ്മൾ. കരയണ്ട കരയണ്ട, കഴിഞ്ഞു. ഇപ്പൊ വേദനയില്ലല്ലോ.
ഞാൻ പറഞ്ഞില്ലേ അത് നമ്മൾ കെട്ടിടുന്ന സമയത്ത് മാത്രമേ ഒരു പെയിന് വരുള്ളൂ, പിന്നെ പെയിനില്ല. കരയേണ്ട കഴിഞ്ഞു. ഓപ്പറേഷൻ പോലും ഇല്ലാതെ നമ്മളത് എടുത്തു കളഞ്ഞില്ലേ. ഏട്ടാ ഏട്ടാ, ആ ഡിവൈഎസ്പി വിളിക്കണു. ആ എടുത്തോ എടുത്തോ. എടുക്കാൻ പറ്റൂല, അത് കട്ടായി. തിരിച്ചു വിളിച്ചിട്ടേ ആ ഞാൻ കക്കൂസിലാണ് പറ. ഇവിടുന്ന് കുറച്ച് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ അത് തന്നെയാ പറഞ്ഞേ. ഇതെന്ത് തപസ്സിരിക്കാണ്, ഇങ്ങോട്ട് ഇറങ്ങ് ഏട്ടാ. എന്താണ് എന്തിനാ കിടന്ന് അലർന്നു നീ? എത്ര നേരായി? സാർ കൊറേ നേരമായി വിളിക്കുന്നു. അയാൾ വിളിക്കട്ടെ. നീ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കേട്ടോ. അപ്പൊ ഇന്ന് ആശുപത്രി പോണം എന്തായാലും. ആശുപത്രി പോകുന്നും വേണ്ടാന്ന് SI സത്യശീലിന്റെ മൂലക്കുര നിറഞ്ഞു കഴിഞ്ഞാലേ നാട്ടുകാർ ചിരിക്കും. നല്ല തമാശയായിരിക്കും അവർക്ക്. പിന്നെ അസുഖം വന്ന ഡോക്ടറെ കണ്ടു. മാത്രല്ല സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വരുന്ന കള്ളന്മാർക്ക് SIക്ക് മൂലക്കുര നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ വടിവാള് ദാമുവിന്റെ മുമ്പിലൊക്കെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്നാ ആ സാറിനൊന്ന് തിരിച്ചു വിളിക്കും, കുറെ നേരം വിളിച്ചല്ലേ. നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ. നീ കണ്ണുന്നൊക്കെ പൊന്നിച്ച പറഞ്ഞു. SIക്ക് അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലാതെ വിളിക്കാൻ ഇയാളെ. ഹലോ, ആ സാറേ നമസ്കാരം. ആ ഇല്ലില്ല, ഇറങ്ങിയില്ല ഇറങ്ങാൻ പോണു. ഞാൻ രാവിലെ മുതൽ വയറിന് തീരെ സുഖമില്ല സാറേ. അപ്പൊ അത് ഇല്ല ഇറങ്ങണം ഇപ്പൊ ഇറങ്ങും. ഇല്ല നേരെ സ്റ്റേഷനിലേക്ക് തന്നെ. ആ ഓക്കെ. ഇന്ന് ലീവാന്ന് അങ്ങോട്ട് പറയാൻ പാടില്ലായിരുന്നോ? എങ്ങനെ ലീവ് എടുക്കുന്നത്? ഇത് എന്നെ കാണാത്തോണ്ട് വിളിച്ചോണ്ടിരിക്കുകയാണ് സാറ്. വയ്യ, അതുകൊണ്ട് വരൂല നിങ്ങൾ പറയണം. ഈ നേരെ നിൽക്കാൻ പറ്റാത്ത ആളെ എങ്ങനെ കള്ളനെ പിടിക്കാൻ പോണേ? ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ആശ്വാസമുണ്ട്. ഇങ്ങനെ നിന്നാ പോയി. അത് തന്നെ ഞാൻ പറയണേ, ഇന്ന് പോണ്ടാന്ന്. പോവാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ആ പാൻറ് എടുത്ത് വെക്ക്. ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. അല്ലാതെ ഇപ്പൊ ഒന്ന് സ്റ്റേഷൻ വരത്തില്ല. ഹലോ സാർ. അല്ല സാർ, PC സുഗതനാണ്. സാറ് കക്കൂസിലാണ് സാർ. അല്ല അത് പിന്നെ സാറിന് അല്ല വയറിന് തീരെ സുഖമില്ല സാർ. വന്ന വിളിക്കാൻ പറയാം സാർ. സാർ ആ എന്താ SI സത്യനെ എടുത്തോ? സാറ് കക്കൂസില. കക്കൂസില? ഞാൻ ഇവിടെ എപ്പം വരും പോവും കക്കൂസിൽ. ഇവിടെ കണ്ടിട്ട ഇതെന്താ ഓഫീസ് കക്കൂസിലാക്കിയ വിളിക്ക കാര്യം പറഞ്ഞു. അല്ല അത് സാറിപ്പോ കക്കൂസ് കാര്യം കഴിഞ്ഞ് അങ്ങോട്ട് വരും. സാറിന്റെ കാര്യമല്ല, എന്റെ കാര്യം കൊണ്ട് ഇവിടെ പറഞ്ഞു തീർക്കണ്ടേ. വിളിക്ക് പെട്ടെന്ന്, കാര്യം പോണം. എന്താ ഈ പറയണത്? ഈ വക സമയത്തൊക്കെ ഇങ്ങനെ ഇടക്കിട്ട് വരാൻ പറ്റുക? അത് സംഭവം കഴിയുമ്പോ സാറ് ഇങ്ങോട്ട് വരുന്നേ. എനിക്കവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. സാറിന് അതന്നെ പ്രശ്നം, നിൽക്കാനും ഇരിക്കാനും പറ്റണില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന LC സെക്രട്ടറിയാണ്. മന്ത്രി ഇപ്പൊ ഈ ഫോണിൽ വിളിക്കും. എനിക്ക് സമാധാനം പറയണം. സാറ് വരട്ടെ നേതാവേ. തിരക്ക് ആർക്കാ തിരക്കില്ലാത്തത്? എനക്കാ തിരക്കില്ലാത്തത്? എനിക്ക് മുഴുവൻ തിരക്കാണ്. സമാധാനം പറയണം. സുഗത ഒരു രക്ഷയില്ലടോ, ഒരു രക്ഷയില്ല. അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഇരിക്കേ. എന്താ ഇരിക്കെ. എന്താ കാര്യം? നിങ്ങൾ ഇരിക്ക്. അത് വേണ്ട, ഞാൻ നിന്നോളാം. പറഞ്ഞു ഇങ്ങോട്ട് ഇരുന്ന് പറ. ഞാൻ നിന്നോളാന്നേ. അല്ല സാറ് ഇരിക്കേ. അല്ല വേണ്ട, സാർ അവിടെ നിന്നോളൂ. ഓ ബഹുമാനം. അടുത്ത ഇലക്ഷനിൽ ഞാൻ മത്സരിക്കും, മന്ത്രിയാവും. ഈ ബഹുമാനം അന്നേരം കാണിച്ചാൽ മതി. ഇപ്പിരിക്ക്. എന്താ കാര്യം പറയ്. ഞങ്ങളുടെ പാർട്ടിയിലെ കോളേജ് പിള്ളേര് സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥ നടത്തിയതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഷോ ഉണ്ടാക്കി. ആ കാലം കോലമായി. അതിന് കാരണം പറ. അത് പറഞ്ഞിട്ട് മതി ബാക്കി അങ്ങോട്ടുള്ള കാര്യം.
എന്റെ നേതാവെ നടക്കാവ് മുതൽ കലിങ്ക് വരെയാണ് പിള്ളേർ പെർമിഷൻ എടുത്തത്. ആവേശം മൂത്തിട്ട് ഹൈവേ കയറിയപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥയല്ലേ, ആവേശം മുക്കൂലേ, പിള്ളേരല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആവേശം മൂത്തിട്ടില്ലേ? നിങ്ങൾ ജാഥന്റെ ഒക്കെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കി എന്തിനാ? അത് പറ. അടിച്ചതിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാടാ ഈ മാതിരി. ഒന്നും പറ്റിയില്ല സാർ. അതെ, എന്തേലും പറ്റുന്നതിന് മുമ്പ് നേതാവ് വേഗം സ്ഥലം വിട്ടോ. LC സെക്രട്ടറി സാറിന് ഈ കുപ്പായനി അങ്ങോട്ട് ഇടണ്ട. വെറുതെ സംസാരിച്ചെന്ന് സമയം കളയണ്ട, വിടാൻ നോക്ക്. ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ മന്ത്രിയെ നേരിട്ട് വിളിച്ച് കാര്യം പറഞ്ഞോളാം. പിന്നെ കാണാം സാറേ. എന്റെ സാറ് എന്ത് പണിയായി കാണിച്ചത്? അയാളെങ്ങാനും പറഞ്ഞ പോലെ നാളെ ഇലക്ഷൻ ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോയില്ലേ? അതാവുമ്പോഴല്ലടോ അല്ലേ? ഇതിപ്പോ അവന് വല്ലതും മനസ്സിലായോ എന്തോ? ഇപ്പൊ മനസ്സിലായിട്ടൊന്നുമില്ല. എന്റെ സാറ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ നോക്ക് സാറേ. ഓപ്പറേഷൻ ഒന്നും വേണ്ടടോ. ഇപ്പൊ തന്നെ അവന്റെ ധാർഷ്ട്യം കണ്ടില്ലേ? ഇനി SIക്ക് മൂലക്കുര എന്നുള്ളത് കൂടെ നാട്ടുകാർ അറിയണം. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന സാറിന്റെ ഈ സ്വഭാവം അനുസരിച്ച് നാട് മുഴുവൻ അറിയാം, അതാ പറഞ്ഞു. ഹലോ, എവിടെ? ആര്? അതെ, ശരി ഇപ്പൊ അങ്ങോട്ട് വരാം. നമ്മളെ സുമേഷ് ഇല്ലേ, കത്തിയായിട്ട് കവലയിലെ ഒരു കടയിലെ കയറി ഭീഷണിപ്പെടുത്തണമെന്ന്. എന്താ? അതെ, വണ്ടി എടുക്കുക. അവനെ ഇടിച്ച് അവന്റെ പൂപ്പടി വേണം. മന്മത, ജീപ്പ് എടുക്ക്. ജീപ്പ് വേണ്ട, പിന്നെ 2 വീലർ മതി. അതെ, ജീപ്പിൽ ഇരിക്കാൻ പാടാം. കാശെടുക്കണ സുമേഷേട്ട കാശില്ല. നിന്റെ അച്ഛനുണ്ടല്ല, എന്നെ കണ്ടു കഴിഞ്ഞാ കാശ് നീട്ടും. അറിയോ നിനക്ക്? പണ്ടല്ലേ സുമേഷേട്ട, അച്ഛനൊക്കെ പോയിട്ട് കാലം കുറയായില്ലേ. അപ്പൊ അച്ഛൻ പോയി, എന്നാ നീ ഇല്ല. നീ ആഴ്ചക്ക് ഒന്ന് കാശ് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നാണ്? നീ എന്നെ വിറപ്പിക്കരുത്. എന്തായാലും നിങ്ങളൊക്കെ നോക്കിക്കണം. കാശ് കൊണ്ടുപോരാ. സുമേഷേട്ട പോയിട്ട് വാ. ഞാൻ പോണല്ലേ? എന്നാ പോണില്ല. അതൊന്നും എടുക്കല്ലേ, അതവിടെ വെക്കി. ഇല്ലെന്നേ. എടാ, എനിക്ക് 2-3 ഉണ്ട്. അയച്ചങ്ങളെ പോറ്റേണ്ടതാണ്. മക്കളെ പോറ്റാൻ ഞാൻ എന്തിനാണ് കാശ് തരണത്? എടാ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് എനിക്ക് കാശ് തരണത്, അവരെയാണ് ഞാൻ പോറ്റണത്. എന്ത് ന്യായമാണ് സുമേഷ് പറയണത്? ഒരു നിയമം പറഞ്ഞ കാശ് ഇല്ലെന്ന്. കച്ചവടം ഒന്നും ആയിട്ടില്ല, പൈസ ഒന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് കയറണം. വേണ്ട, അവിടെ നിന്നാ മതി. എന്നാ കൊണ്ടുപോവാ. സാറേ, രാവിലെ തൊട്ട് വന്നു കിടന്ന് ഭയങ്കര നെമ്പാണ്. എല്ലാ കളിയും കയറി കാശ് ചോദിക്കുകയാണെങ്കിൽ. എന്താണ് സുമേഷ് ഏട്ടാ, എന്താണ് പ്രശ്നം നിങ്ങളെ? മോൻ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ പൊക്കോ. അതെ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കടയിൽ വന്നിട്ട് ഈ പണപ്പിരിവ് നടത്തുന്ന പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. പിന്നെ എന്തിനാ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതാണ്, അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ? അതാര് തരും? എന്താ സുഗത, എന്ത് ചെയ്യപ്പത്? എന്ത് ചെയ്യാനാ സാർ? അതിനൊക്കെ സ്റ്റേഷനിലെ കൊണ്ട് 2 കെട്ട് കൊടുത്താൽ അത് തീരും. പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതെ സുമേഷ് ഏട്ടാ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക പരിപാടികളൊന്നും ഇനി ശരിയാവില്ലാന്ന്. അതൊക്കെ നിർത്താന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എന്താ അമ്മേ? അത് കുഴപ്പമില്ല, അത് ചൂടോ അവിടെ കുഴപ്പമില്ല, നിന്നോളാം. ഏയ് വേണ്ട, വേണ്ടടോ, സാറ് നിന്നോട്ടെ. സാറ് തന്റെ ഇരുന്ന് സൽക്കാരം കൂടെ വന്നോന്നല്ലോ, കേസന്വേഷിക്കുമെന്നല്ലേ? എന്താണ് സുമേഷ് ഏട്ടാ, എന്താണ് പ്രശ്നം? ഞാൻ ഇവനോട് ചെലവിനുള്ള കാശ് ചോദിക്കുമ്പോ അവൻ തന്നില്ലെന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൈസ ചോദിച്ചാൽ ഇവരെങ്ങനെ എടുത്തു തരും? ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വരാറില്ല, ആഴ്ചയിൽ 1 പ്രാവശ്യം. അതെ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ വേണം? എനിക്ക് ജീവിക്കണം. എന്റെ മക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്.
അപ്പൊ എനിക്ക് ജീവിക്കണം, എനിക്ക് അതിനുള്ള പൈസ കിട്ടണം. അതല്ലേ സാറ് ചോദിച്ചാൽ എത്രയാണെന്ന്, എത്ര വേണ്ടത് പറ. എത്ര വേണ്ടതെന്നാ? ആ, ഒരു 50 രൂപ കിട്ടിയാൽ മതി. എടോ 50 രൂപയല്ലേ അങ്ങേര് ചോദിക്കണുള്ളൂ. അങ്ങേര് ഒരു വയസ്സായ ആളല്ലേ, ആ പൈസ കൊടുത്തൂടെ? സാർ ഈ 50 രൂപ വെറുതെ കിട്ടില്ല സാറേ. കണ്ട, ഇതാണ് സ്വഭാവം. ആ കത്തി താഴെ കത്തി കാണിച്ചാലും അവര് മേടിക്കൂല, അവര് പിള്ളേരല്ലേ. ആ കത്തി കാണിക്കാൻ നിൽക്കണം. അതെ സുഹൃത്ത, ഞാൻ പൈസ ഒന്നും എടുത്തില്ലല്ലോ. ഒരു 50 രൂപ കൊടുത്തേ. അല്ല എന്നാ ഇവിടുന്ന് അങ്ങ് പോവാലോ. ഞാനോ? ആ എന്റെ കയ്യിലില്ലാതെ ഞാൻ തരാം. 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നീ ഈ വഴിക്ക് വരരുത് കേട്ടോ. ഇല്ല, ആ അടുത്ത ആഴ്ച മതി. ആ ഇനി പോ 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 പ്രശ്നം ഉണ്ടാക്കണ പോ. പാവം മനുഷ്യ. എടാ നിങ്ങൾക്ക് ഈ കടക്കാർക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ 10-15 ഉറുപ്പ് എടുത്തിട്ട് അയാൾക്ക് കൊടുത്താൽ എത്ര വന്നു? ഇത് എപ്പോഴും വന്ന് എല്ലാരും കൊടുക്കണ്ട് സാറേ. പിന്നെ ഈ വന്ന് കിടന്ന് അലമ്പ് കാണിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ കൊടുക്കണം നമ്മള്? അയാളൊരു പഴയ ആളല്ലേ, അപ്പൊ ആ സന്തോഷം കൊണ്ട് പോണ പോക്ക് നോക്ക്. എത്ര രൂപയുടെ കച്ചവടം പോയെന്ന് അറിയാമോ? പഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു പോയായിരുന്നു അലമ്പ് കാരണം. അത് ശരി സുധാ വണ്ടി എടുക്കും. സാറേ ഇരിക്കും സാറേ, സാറ് തുടിയിട്ടോ. വേണ്ട വേണ്ട വെള്ളം വേണ്ട വെള്ളം അത് ഇരിക്കും സാറേ, വെള്ളം കുടിച്ചിട്ടോ. വേണ്ട വേണ്ട സാറ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് ഇരിക്കില്ല ഇല്ല സാറേ? വണ്ടി എടുക്കുക. ആ ഇരുന്നോ സാറേ? ആ പോവല്ലേ? ആ ഒരു മിനിറ്റ്.